നല്ല അടിപൊളിയായിരുന്നു. എല്ലാ ഫാമിലീസും പോയി കാണണം എന്നേ പറയും. സൂപ്പർ, അടിപൊളി, എല്ലാം വെരി നൈസ് മൂവി. സെക്കൻഡ് ഹാഫ് ഒക്കെ കാണണം കേട്ടോ. ഇരുന്ന് അത് നമ്മുടെ പാസഞ്ചർ എന്ന് പറഞ്ഞ പോലത്തെ പടമല്ലേ, അതുപോലെ ഇങ്ങനെ നമ്മളുടെ സീറ്റിലെ എഡ്ജിലിരിക്കും. വെരി നൈസ് മേക്കിംഗ്, വെരി നൈസ്. സോ എക്സൈറ്റഡ്. നല്ല ത്രില്ലിംഗ് മൂവിയാണ്. സിനിമ ഇഷ്ടപ്പെട്ടോ? നല്ലൊരു ഇൻട്രസ്റ്റിംഗ് മൂവിയായിരുന്നു. ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഇഷ്ടപ്പെട്ടോ? എന്താ ഇഷ്ടപ്പെട്ടു? നന്നായി. വളരെ നല്ല മൂവിയായിരുന്നു. നല്ല മൂവിയാണ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല മൂവിയാണ്. നല്ല മൂവി. ബ്രോ എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? അടിപൊളി. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. നൈസ് കൺസെപ്റ്റ്. എന്താ ഒരു ദൈവികമായിട്ടുള്ള പടമാണ്? അല്ല നല്ല പടം കാണാം. അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ്. എന്താണ് ഇഷ്ടപ്പെട്ടെ? നല്ല ഒരു സൂപ്പർ മുന്നൽ മുരളി പോലെ ബ്രോ സിനിമ നല്ല എന്താണ് ഇഷ്ടപ്പെട്ടത്? കുഴപ്പമില്ല. ബ്രോ സിനിമ ഉണ്ടായിരുന്നു? സൂപ്പർ സിനിമ, അടിപൊളി പടമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരുടെ ഉള്ളിൽ ഒരു സൂപ്പർ ഹീറോ ഉണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു രീതിയിലുള്ളൊരു എന്തായിരുന്നു പെർഫോമൻസ് ആയിരുന്നു. നമ്മളെ ഉള്ളിലൊരു എല്ലാവരുടെ ഉള്ളിലൊരു ശക്തിയുണ്ട്, അല്ലെങ്കിൽ ഒരു ജയ് ഗണേഷ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ ഉണ്ടെന്ന് ഉള്ളൊരു സംഭവമാണ് വന്നത്. പിന്നെ രഞ്ജിത്ത് ശങ്കർ സാറിൻ്റെ പടത്തിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടാവും. ഇപ്പം ഈ ഒരു എന്താ പറയുക വേസ്റ്റ് പ്ലാന്റ് അതിനെയൊക്കെ കുറിച്ച് ഒരു കഥയാണ് പോകുന്നത്. സമൂഹത്തിലെ പുക മാലിന്യം അതിനെക്കുറിച്ച് ഒരുപാട് പ്ലാന്റുകളുണ്ടല്ലോ, അതിനെക്കുറിച്ച് വലിയൊരു മെസ്സേജ് നൽകുന്ന ഒരു സംഭവം കൂടെ ഇതിൻ്റെ അകത്തൂടെ പോയേക്കുന്നത്. പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇൻ്റർവ്യൂല് കഴിയുമ്പോൾ എന്താ പറയുക സങ്കടം തോന്നും. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുന്ന ഒരു കാല് വയ്യാത്ത ഒരാളവസ്ഥ ഭയങ്കരമായിട്ട് പെർഫോമൻസ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നി. ഉണ്ണിമുന്നൻ്റെ ആ ഒരു പുള്ളിയാണെന്ന് പറയില്ല, വേറൊരാളായിട്ടാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ അകത്ത് പെർഫോം ചെയ്തേക്കുന്നത്. താങ്ക് യു. കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയാണ്. നല്ല റെസ്പോൺസാണ് കിട്ടിയത്. ഐ ആം വെരി ഹാപ്പി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു. ഇനി എല്ലാവരും തിയേറ്ററിൽ കാണണം. ഞാനിപ്പോൾ എൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് എനിക്കറിയില്ല, പക്ഷേ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് ഉണ്ടായി. ഐ ആം വെരി ഹാപ്പി. താങ്ക് യു. പെർഫോമൻസ് കാണാൻ പറ്റി. ഒരു സർവൈവൽ സ്റ്റോറി, നല്ലൊരു ത്രില്ലർ പടം ഇങ്ങനെ ചെയ്യാൻ പറ്റി എന്നൊരു ഫീൽ പല റെസ്പോൺസ് തോന്നി. എങ്ങനെ പ്രേക്ഷകരെ കണ്ടപ്പോൾ അതിന്റെ ഫീൽ കിട്ടി? എല്ലാവരും ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ട് എന്നോട് സംസാരിച്ച്. ഡിഫറെൻറ്റ് സിനിമയാണ്, ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അപ്പോൾ ഞാനത് ഓൾറെഡി എൻ്റെ ഇൻ്റർവ്യൂസിലെല്ലാം പറഞ്ഞിരുന്നു, ഇത് ഒരു വ്യത്യസ്തമായ സിനിമയായിരിക്കും. ആൻഡ് യെസ്, ഒരു ഏറ്റവും എക്സൈറ്റിംഗ് ആയ സർവൈവൽ സ്റ്റോറിയാണ്. നിങ്ങളെല്ലാവരും കാണും, അറിയിക്കും. താങ്ക് യു. പടം സൂപ്പറല്ലേ? നിങ്ങളല്ലേ പറയുന്നത്? പടം അടിപൊളി, സൂപ്പർ. ഈ വിഷു എടുത്തപ്പോൾ വിഷു അപ്പോൾ നമ്മളെടുത്തു. ഉണ്ണിയേട്ടന് വേറെ ലെവൽ പെർഫോമൻസ്, അടിപൊളി, വേറെ ലെവല്. സൂപ്പർ, ഒന്നും പറയാനില്ല. എഡ്ജ് ഓഫ് ദ സീറ്റ്, അടിപൊളി. അടിപൊളി, അടുത്ത സൂപ്പർ ഹിറ്റ്. ഇഷ്ടപ്പെട്ടോ? എന്താ ഇഷ്ടപ്പെട്ടു സിനിമയില്? മൊത്തത്തിൽ അടിപൊളിയാണ് സിനിമ. എല്ലാവർക്കും കാണാൻ പറ്റും. പടം ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിട്ടുള്ളത് ടീമിന് നല്ല കഥ, നല്ല നഗർത്തോ? എല്ലാം തോന്നാം. ഉണ്ണിയുടെ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട്.